LHN വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാടിന് നടുവിൽ ചരിത്ര ഗവേഷകന്മാരുടെ നിധി ഗുഹ, അതിൽ കണ്ടെത്തിയ അത്ഭുതങ്ങൾ. ശ്രീലങ്കയിലെ ഫാ ഹീൻ ലെന കേവ്, ഇതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാടിന് നടുവിൽ ചരിത്ര ഗവേഷകരുടെ നിധി ഗുഹ, അതിൽ കണ്ടെത്തിയ അത്ഭുതങ്ങൾ. ചരിത്രം പഠിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും കൊതിച്ചു പോകുന്ന ഒരു സ്ഥലമുണ്ട് ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ. കാടിന് നടുവിലെ ഫാ ഹീൻ ലെന കേവ് പ്രാചീന കാലം മുതൽ പലപ്പോഴായി മനുഷ്യവാസമുണ്ടായിട്ടുള്ള ഗുഹയാണതെന്ന് ഗവേഷകർക്ക് അറിയാമായിരുന്നു. അങ്ങനെ 1968 ശ്രീലങ്കൻ ആർക്കിയോളജി വകുപ്പിൻ്റെ സഹായത്തോടെ ചില ഗവേഷകർ ഗുഹയെപ്പറ്റി പഠിച്ചു. കണ്ടെത്തിയതാകട്ടെ പ്രാചീന കാലത്തെ മനുഷ്യരെ സംബന്ധിച്ച അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ. മരിച്ചവരെ സംസ്കരിക്കാൻ ഉൾപ്പെടെ ഗുഹ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞതോടെ ഒരു കാര്യം വ്യക്തമായി: അവിടെ ഫോസിലുകളുടെ ഒരു നിധി തന്നെ കാത്തിരിപ്പുണ്ടാകും. അങ്ങനെ 1988 കൂടുതൽ സംവിധാനങ്ങളുമായി രണ്ടാം ഘട്ട ഉദ്ഖനനം ഗുഹയിൽ നടന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്: ഏകദേശം 33,000 മുതൽ 4,750 വർഷം മുമ്പ് വരെ അവിടെ ആൾതാമസമുണ്ടായിരുന്നു. അതായത് പല വിഭാഗം മനുഷ്യർ പല കാലങ്ങളിലായി ഗുഹയെ വാസസ്ഥലമാക്കിയിട്ടുണ്ട്. പ്രാചീന കാലത്തെ അസ്ഥികൾക്കൊപ്പം വിവിധ ആയുധങ്ങളും ഉപകരണങ്ങളുമൊക്കെ കണ്ടെത്തി തുടങ്ങിയതോടെ ചരിത്ര ഗവേഷകരുടെ നിധി ഗുഹയായി മാറി ഫാ ഹീൻ ലെന കേവ്. തെക്കനേഷ്യയിലെ ഹോമോ സാപ്പിയൻസ് മനുഷ്യരുടെ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തിയതും ഈ ഗുഹയിലായിരുന്നു. അടുത്തിടെ പുറത്തുവന്ന ഈ റിപ്പോർട്ട് ഗുഹയുടെ മാറ്റ് പിന്നെയും കൂട്ടുന്നതായിരുന്നു. ഏകദേശം 48,000 വർഷം മുമ്പ് തന്നെ മനുഷ്യർ അവിടെ താമസമാക്കിയിരുന്നെന്നാണ് പുതിയ കണ്ടെത്തൽ. സയൻസ് അഡ്വാൻസസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലെ സുപ്രധാന കണ്ടുപിടുത്തം പക്ഷേ മറ്റൊന്നായിരുന്നു. ആഫ്രിക്കയ്ക്ക് പുറത്ത് ഇത്രയും വർഷം മുമ്പ് അമ്പും വില്ലും ഉപയോഗിച്ച ഒരു മനുഷ്യവിഭാഗത്തെ ആദ്യം കണ്ടെത്തിയത് ഫാ ഹീൻ ലെന ഗുഹയിലാണ്. അമ്പിൻ്റെയും വില്ലിൻ്റെയും അവശിഷ്ടങ്ങളും തെളിവായി ഗവേഷകർ കണ്ടെടുത്തു. ഏകദേശം 130 അമ്പ് മുനകളായിരുന്നു ഗുഹയിലുണ്ടായിരുന്നത്. എല്ലാം നിർമ്മിച്ചത് എല്ലുകൊണ്ട്. കുരങ്ങൻ്റെ അസ്ഥിയാണ് ഇതിനെ ഉപയോഗിച്ചതെന്നാണ് നിഗമനം. മനുഷ്യർ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് പലായനം തുടരുന്ന സമയം കൂടിയായിരുന്നു അത്. അക്കാലത്ത് തന്നെ ഇത്തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സംസ്കാരമുണ്ടായിരുന്നു എന്നത് ഗവേഷകരെയും അമ്പരപ്പിക്കുന്നു. അമ്പിൻ്റെ മുനകളിലെല്ലാം പലയിടത്തും തറച്ചതിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. തുടക്കത്തിൽ കുരങ്ങുകളെ വേട്ടയാടാനുള്ള കുഞ്ഞൻ അമ്പുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ അത് വലിയ മൃഗങ്ങളുടെ വേട്ടയിലേക്ക് മാറി. പന്നികളെയും മാനുകളെയും എല്ലാം വേട്ടയാടാനുള്ള അമ്പുകൾ നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ അവയ്ക്ക് നീളവും കൂടി വന്നതായി ഗുഹയിൽ തെളിവുകളുണ്ട്. മുളന്തണ്ടിലും മറ്റും വെച്ച് ഊതിപ്പറപ്പിക്കുന്ന തരം അമ്പുകളും കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. ഇതിനു മുമ്പ് ഇത്തരം അമ്പുകൾ കണ്ടെത്തിയത് ഇന്തോനേഷ്യയിലെ ബെർണിയോയിൽ നിന്നും ആയിരുന്നു. അവയ്ക്ക് ഏകദേശം 32,000 വർഷമായിരുന്നു പഴക്കം. ആകൃതിയിൽ രണ്ടിടത്തെയും അമ്പുകൾ ഒരുപോലെയാണെന്നതും ഗവേഷകർ പറയുന്നു. പക്ഷേ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അസ്ഥികൾക്ക് മാറ്റമുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്ന് കണ്ടെത്തിയ അമ്പുകളുടെ അസ്ഥികൾ വലിയ സസ്തനികളിൽ നിന്നെടുത്തതായിരുന്നു. മൃഗത്തോൽ തുന്നിയെടുക്കാനുള്ള സൂചി പോലുള്ള ഉപകരണങ്ങളും കണ്ടെത്തിയവയിൽ പെടുന്നു. പലതരം നാരുകളും മരത്തൊലിയും ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യതയും ഗവേഷകർ തള്ളിക്കളയുന്നില്ല. ചൂടേറിയ കാലാവസ്ഥയായിരുന്നു ഈ ഗുഹ നിലനിൽക്കുന്ന വനത്തിലുണ്ടായിരുന്നത്. അതിനാൽ തന്നെ തണുപ്പിൽ നിന്നും രക്ഷ നേടുക എന്നതിനേക്കാളും പലതരം വിഷപ്രാണികളിൽ നിന്നും രക്ഷ നേടാനായിരിക്കും തോലും മരത്തൊലിയും ഒക്കെ പുതച്ചത് കാരണം ഗവേഷകർ കരുതുന്നു. പലതരം മുത്തുകളും ശംഖുമെല്ലാം ഗുഹയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഒരുപക്ഷെ പഴയകാല നാണയങ്ങളുമാകാം. കാട്ടിലുള്ളവരും സമുദ്രതീരത്തുള്ളവരും തമ്മിലുള്ള കച്ചവട ബന്ധത്തിൻ്റെ തെളിവ് കൂടിയാണ് ഇത്.